വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെയാണ്. വി.ഡി. സതീശൻ, രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രിയായ സുഖ്ബീന്ദർ സിംഗ് സുഖു. മനസ്സിലാക്കേണ്ടത് ഡി.കെ. അടക്കമുള്ള ഈ 4 മുഖ്യമന്ത്രിമാർ വിചാരിച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമാണ്. ഇനി നടക്കാൻ പോകുന്ന പഞ്ചാബിലെയും ഉത്തരാഖണ്ഡിലെയുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ACC നേതൃത്വം തങ്ങളുടെ തെറ്റുകൾ തിരുത്തുകയാണ്. അതായത് സംഘടനാ പാഠവും കൊണ്ട് പല രീതിയിലും പല നേതാക്കളെയും മണിയടിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾ ഏറെക്കുറെ ആഗ്രഹിച്ച് ജനങ്ങൾ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടി ഈ മനുഷ്യൻ ഞങ്ങളെ നയിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്നാൽ ഇന്ത്യയിൽ കോൺഗ്രസിന് ഇത്രയും കാലം ഉണ്ടായ വലിയ തിരിച്ചടി ഉണ്ടാകും. നേതൃത്വമായിരുന്നാലും അത് മനസ്സിലാക്കി തിരിച്ചറിവുണ്ടാകണമെന്ന സത്യം ജനങ്ങളാൽ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് കർണാടകയിൽ സിദ്ധാരാമയ്യെ മാറ്റിയിരിക്കുകയാണ്. സിദ്ധാരാമയ്യെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അദ്ദേഹം സ്ഥാനം ഉപേക്ഷിച്ച് ഒടുവിൽ ഡി.കെ. മുഖ്യമന്ത്രിയാകുന്നു. അതായത് കർണാടകയിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഡി.കെയുടെ പേര് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യതയോടെ ജനങ്ങൾ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഡി.കെ. രണ്ടാമനായി തഴഞ്ഞു. അത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലോക്സഭയിലുണ്ടായ തിരിച്ചടി പോലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഡി.കെ. ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ 20 അതിനപ്പുറമോ ആക്കാൻ കഴിയുമായിരുന്നു. കർണാടകയുടെ ഇന്നത്തെ മുഖചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ ത്രികോണ മത്സരമല്ല. സാധാരണഗതിയിൽ മൈസൂർ, മാണ്ഡ്യ പോലുള്ള മേഖലകളിൽ ത്രികോണ മത്സരമാണ് കോൺഗ്രസും BJPയും ജനതാദൾ സെക്യുലറും തമ്മിൽ നടക്കുന്നതെങ്കിൽ ഇനി BJPയും JDSും ടൈയപ്പായി കോൺഗ്രസിന് നേരെയുള്ള ഒരു പോരാട്ടമായിരിക്കും കാണാൻ പോകുന്നത്. അവിടെയും കോൺഗ്രസിന് ശക്തമായി പിന്തുണ നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഡി.കെ. പോലൊരാൾ ആ സ്ഥാനം ഏറ്റെടുത്തേ മതിയാവും. പുതിയ PCC പ്രസിഡന്റിനെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു. അതും വലിയ താമസമൊന്നുമില്ലാതെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ദേശീയ നേതൃത്വമെടുത്ത ധീരമായ തീരുമാനമായി തന്നെ കണക്കാക്കാം.